സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഡിസ്ക്ലെയിമർ വായിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുക. ഇതിൽ ഒരു വിധത്തിലുള്ള സ്റ്റോക്ക് സജഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പണം നിക്ഷേപിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു നിർദ്ദേശവും ഇതിലൂടെ നൽകുന്നില്ല. നിങ്ങൾ ഇതിനെ ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങളോ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യത്തിലും സ്വന്തമായി തീരുമാനമെടുക്കുക. ഓൾറൈറ്റ്, ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് 2023 ജൂലൈ 19 ബുധനാഴ്ച ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ ഒരു എക്സ്പയറി ദിവസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് നോക്കാം. അതിനു മുൻപ് നമുക്ക് മാർക്കറ്റിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും 19,851 ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ 67,171 സെൻസെക്സ് വന്നത്. നിഫ്റ്റി 19,851, 828 നമ്മൾ ടാർഗറ്റ്. അവിടെ നിന്ന് ഏകദേശം 23 പോയിന്റോളം മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതേപോലെ 67,171 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ്, US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ്, വെരി ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് FTSE ഗ്രീൻ ആണുള്ളത്, ബാക്കി രണ്ടും റെഡ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമ്മിശ്ര പ്രതികരണം. എന്നാലും US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 14.5 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 19,851 ട്രേഡിംഗ് നടക്കുന്നത്. ബാക്കിയുള്ള ഹാങ്സങ്, തൈവാൻ വെയ്റ്റഡ് ഒക്കെ റെഡിലാണ്. അതേപോലെ ജക്കാർത്ത റെഡിലാണ്. എന്നാലും പകുതിയാണ്. പകുതി റെഡാണ്, പകുതി ഗ്രീനാണ്. ഒരു സമ്മിശ്ര പ്രതികരണത്തിലാണ് ഏഷ്യൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ $74.45 ഉണ്ടായത് വർദ്ധിച്ചിട്ട് $76.15 ആയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $1965.18 ഉണ്ടായിരുന്നു വർദ്ധിച്ച് $1976.97 ആയിട്ടുണ്ട്. ഇന്ത്യൻ കറൻസി, അതായത് USD INR റേറ്റ്, ഇന്ത്യൻ റുപ്പീസിൻ്റെ മൂല്യം ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 82.03 ഉണ്ടായത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് 82.09 ആയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെന്റ്, SBI കാർഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PFC, NTPC, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയപ്പം ICICI പ്രൂലി 2% കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 4.3% പ്രോഫിറ്റാണ് ഇന്ന് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,973 കോടിയുടെ ബൈങ്ങും 7,808 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,165 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,389 കോടിയുടെ ബൈങ്ങും 8,524 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,135 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ ലാഭം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാഭമെടുപ്പാണ് നടക്കുന്നത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 970 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് ഡാറ്റകൾ കാണിച്ചു തരുന്നത്. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.1 ഉണ്ടായിരുന്നത് ഒന്നുകൂടി വർദ്ധിച്ചിട്ട് 1.32 ആയിട്ടുണ്ട്. ഇന്ന് 19,833 സ്പോട്ട് പ്രൈസ് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 36 പോയിന്റ് മുകളിലായിട്ട് 19,869 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.78 ഉണ്ടായത് 1.13 സ്ട്രൈറ്റ് അപ്പ് കയറി വന്നിട്ടുണ്ട്. എന്തായാലും 45,669 ഇപ്പോൾ സ്പോട്ടിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. അവിടെ നിന്ന് 70 പോയിന്റ് മുകളിലായിട്ട് 45,739 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് ഇന്നലെയും ഇന്നും ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐറ്റിയും നിഫ്റ്റി ഓട്ടോയും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയൊരു നെഗറ്റീവാണ് എന്ന് പറയാൻ സാധിക്കില്ല. 17 പോയിന്റ് മാത്രമാണ്. IT ഇന്നലെ നല്ല രീതിയിൽ കയറിപ്പോയതാണ്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഇന്ന് നടന്നതെന്ന് നമുക്ക് കരുതാം. ബാക്കിയുള്ള മറ്റ് സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. നാളെ വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ, ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ടുകളാണ് നാളെ ഉള്ളത് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നാളെയാണ്, ഇൻഫോസിസ് നാളെയാണ്, ഹാവൽസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, എംഫസിസ്, ദെൻ പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ഡാൽമിയ ഭാരത്, കൊഫോജ്, ICICI സെക്യൂരിറ്റീസ്, 361 വാം ലിമിറ്റഡ്. ഇതിൻ്റെ പേര്, ഈ 361ൻ്റെ പേര് മുമ്പ് വേറെ എന്തോ ഒരു പേരായിരുന്നു, അത് പിന്നീട് റീനെയിം ചെയ്തതാണ് ഈ ഒരു പേര്.
ഇന്ത്യമart ഇന്റർമെഷ് ലിമിറ്റഡ്, ട്രൻല പ്ലാറ്റ്ഫോംസ്, സെൻസർ ടെക്നോളജീസ്, CSB ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി ലിമിറ്റഡ്, DB കോർപ്പറേഷൻ ലിമിറ്റഡ്, HMT ലിമിറ്റഡ്, ഷാൽബി ലിമിറ്റഡ്, നെൽകോ, ഓറിയന്റൽ ഹോട്ടൽസ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, രജനീഷ് വെൽനസ് ലിമിറ്റഡ്, ക്വിക്ക് ഹീൽ ടെക്നോളജീസ്, MIC ഇലക്ട്രോണിക്സ്, ഗോവ കാർബൺ, ഇക്കോ റീസൈക്ലിംഗ്, ദ ബൈക്ക് ഹോസ്പിറ്റാലിറ്റി, GG എഞ്ചിനീയറിംഗ്, ടോക്കിയോ പ്ലാസ്റ്റ് ഇന്റർനാഷണൽ, GSEM ടെക്നോളജീസ്, കോസ്റ്റ് സോഫ്ടെക്, സ്വാസ്തിക ഇൻവെസ്റ്റ്മെൻറ്റ്, IEL, GSEM, ജയ് മാത ഗ്ലാസ്, ടോക്കിയോ ഫിനാൻസ്, ഗുജറാത്ത് ലീസ് ഫിനാൻസിങ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഇതിനകത്ത് ജയ് മാത, അതേപോലെ ഗുജറാത്ത് ലീസ് ഫിനാൻസ്, ഇതൊക്കെ അതേപോലെ GSEM ഒക്കെ വളരെ 1 രൂപയിൽ താഴെയുള്ള പെന്നി സ്റ്റോക്കുകളാണ്. അടുത്ത ബുധനാഴ്ച ജൂലൈ 26-ന് കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നോക്കാം. 20 മൈക്രോൺസ് 75 പൈസ പെർ ഷെയർ, 3M ഇന്ത്യ 100 രൂപ പെർ ഷെയർ ഡിവിഡൻ്റാണ്. അസോസിയേറ്റ് ആൽക്കഹോൾസ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻ്റാണ്. കുമിൻസ് ഇന്ത്യ ലിമിറ്റഡ് 13 രൂപ പെർ ഷെയർ ഡിവിഡൻറ്റ്. ഗുഡിയർ ഇന്ത്യ ലിമിറ്റഡ് 26 രൂപ 50 പൈസ പെർ ഷെയർ. ഗുജറാത്ത് പിപ്പാവാവ് പോർട്ട് ലിമിറ്റഡ് 3 രൂപ 40 പൈസ പെർ ഷെയർ. ഓറിയന്റ് ഇലക്ട്രിക് 75 പൈസ പെർ ഷെയർ. പേൾ ഗ്രീൻ ക്ലബ്സ് ആൻഡ് റിസോർട്ട്സ് 1 രൂപ പെർ ഷെയർ. സിംപെക്സ് റിയാലിറ്റി 1 രൂപ പെർ ഷെയർ. സ്റ്റീൽ കാസ്റ്റ് ഫൈനൽ ഡിവിഡൻഡ് 2 രൂപ 70 പൈസ പെർ ഷെയർ. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് 1 രൂപ 50 പൈസ പെർ ഷെയർ. ദെൻ വിനൈൽ കെമിക്കൽസ് ഇന്ത്യ ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ. വിനൈൽ കെമിക്കൽസിൻ്റെ ഒരു അഡീഷണൽ സ്പെഷ്യൽ ഡിവിഡൻഡ് 5 രൂപ പെർ ഷെയർ. അങ്ങനെ 10 രൂപയാണ് വിനൈൽ കെമിക്കൽസിൻ്റെ വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നാളെ വരുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് നോക്കാം. ജപ്പാൻ ട്രേഡ് ബാലൻസ്, ചൈന PBOC ലോൺ പ്രൈം റേറ്റ്, ജർമ്മൻ PPI, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, US ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ്, US ഫില്ലി ഫെഡ് എംപ്ലോയ്മെൻറ്റ്, US എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ്, US ഫെഡ്സ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,749 നിന്ന് 54 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,802 ഇന്ന് ആരംഭിച്ചത്. 19,851 ഡേ ഹൈയും 19,727 ഡേ ലോയും വന്നത് വഴി 124 പോയിന്റ്, അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,802 നിന്ന് 30 പോയിന്റ് മുകളിലായിട്ട് 19,833 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 84 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 66,795 നിന്ന് 110 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 66,905 ആരംഭിച്ചു. 67,171 ഡേ ഹൈയും 67,703 ഡേ ലോയും വന്നത് വഴി 468 പോയിന്റ്, അഥവാ 0.7% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 66,905 നിന്ന് 192 പോയിന്റ് മുകളിലായിട്ട് 67,097 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 302 പോയിന്റ് മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 0.94% കുറയാണ് ചെയ്തത്. എന്നിട്ട് 11.6 ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 45,410 നിന്ന് 212 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 45,622 ഇന്ന് ആരംഭിച്ചത്. 45,707 ഡേ ഹൈയും 45,433 ഡേ ലോയും വന്നത് വഴി 274 പോയിന്റിൻ്റെ, അഥവാ 0.6% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 45,622 നിന്ന് 47 പോയിന്റ് മുകളിലായിട്ട് 45,669 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 258 പോയിന്റ് മുകളിലായിട്ടാണ് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 20,262 നിന്നും 50 പോയിന്റ് മുകളിലായിട്ട് 20,312 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായിരുന്നത്. 20,388 ഡേ ഹൈയും 20,268 ഡേ ലോയും വന്നത് വഴി 120 പോയിന്റിന്, അഥവാ 0.59% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 20,312 നിന്ന് 65 പോയിന്റ് മുകളിലായിട്ട് 20,377 ആണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ അവസാനിച്ച 20,262 നിന്നും 115 പോയിന്റ് മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 51,207 നിന്ന് 172 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 51,379 ഇന്ന് ആരംഭിച്ചു. 51,539 ഡേ ഹൈയും 51,269 ഡേ ലോയും വന്നത് വഴി 270 പോയിന്റിന്, അഥവാ 0.52% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 51,379 നിന്ന് 113 പോയിന്റ് മുകളിലായിട്ട് 51,492 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 285 പോയിന്റ് മുകളിലായിട്ടാണ് ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.
ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെയും മുകളിലായിട്ട് R1 താഴെയായിട്ടാണ് ഇന്ന് ഓപ്പൺ ആയത്. R1 ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ദെൻ സ്ട്രൈറ്റ് താഴോട്ട് വന്നിട്ട് CPRൻ്റെയും നമ്മുടെ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെയൊക്കെ താഴോട്ട് പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ച് കയറി വന്നത്. ബ്രേക്ക്ഔട്ട് ലൈനിൽ 2 പ്രാവശ്യം അത് ടെസ്റ്റ് ചെയ്തു, ദെൻ നേരെ R1 ഒരു പോക്ക് പോയി. ഇത്രയാണ് നിഫ്റ്റിയിൽ ഇന്നുണ്ടായിരുന്ന മൂവ്മെൻറ്റ്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നുമല്ല, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റ് തന്നെയായിരുന്നു ഇന്ന് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റിയിലും അതേ രീതിയിൽ, അതായത് നോട്ടറേറ്റ് സോണിൻ്റെ അടുത്തായിട്ട് ഓപ്പൺ ആയി ആ നോട്ടറേറ്റ് സോണിൽ ഒന്ന് കൺസോൾട്ടേറ്റ്, അതായത് CPRും കൂടെ ഉള്ള ഒരു സോണിൽ അത് കിടന്ന് ചുറ്റി കളിക്കുകയായിരുന്നു. വലിയ ഒരു മൂവ്മെൻറ്റ് ഒന്നും തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ആഫ്റ്റർനൂൺ സെഷനിൽ അതൊന്ന് റിക്കവറിക്ക് ശ്രമിച്ചെങ്കിലും കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും തന്നെ അതിനകത്ത് വന്നില്ല. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണ്. ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അതേ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. അതായത് നോട്ടറേറ്റ് സോണിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയത് ഇന്നത്തെ CPRൻ്റെ അകത്ത് ഓപ്പൺ ആയി, എന്നിട്ട് അത് നേരെ ഇന്ന് ഡേ ഹൈ വരും എന്ന് കരുതിയിരുന്ന ആ ഒരു ലെവലിൽ വന്നിട്ട് അവിടെ അവസാനിച്ചു. കാര്യമായ ഒരു മൂവ്മെൻറ്റും ഇതിനകത്ത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. സെൻസെക്സിൽ അത്യാവശ്യം നിഫ്റ്റിയുടെ അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിച്ചില്ല. കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റി, പക്ഷേ കംപ്ലീറ്റ്ലി അത് സ്ക്വീസ് ചെയ്തെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് നാരോ CPRലായിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോയത്. അതായത് ബ്രേക്ക്ഔട്ട് ലൈനിൻ്റെയും ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ഇടയിലായിട്ട് ഓപ്പണായി സെക്കൻഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് കയറിപ്പോയി. അവിടെ നിന്ന് സ്ട്രൈറ്റ് നേരെ നമ്മുടെ നോട്ടറേറ്റ് സോണിലേക്ക് ഇറങ്ങി വന്നു, തിരിച്ചു വീണ്ടും സെക്കൻഡ് ടാർഗറ്റിലേക്ക് കയറിപ്പോയി. ഇത്രയാണ് ഇന്ന് ഇതിനകത്ത് സംഭവിച്ചത്. ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ ടാർഗറ്റ് വളരെ മനോഹരമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇന്നത്തെ ക്ലോസിങ്ങിന് മുകളിൽ കാര്യമായിട്ടൊരു വിക്ക് കാണുന്നില്ല, പക്ഷേ 833 ഇന്ന് ക്ലോസിങ് നടന്നിരിക്കുന്നത്. ഇവിടെ അത് പ്രോപ്പർലി അപ്ഡേറ്റഡ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഈ കാണിക്കുന്നത് കറക്റ്റാണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും മാർക്കറ്റ് നാളെ എന്താവും എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ വരേണ്ടത് ഇന്നലെയും പ്രതീക്ഷ ഒരു 50-50 ചാൻസാണ് ഞാൻ പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കേണ്ട, കാരണം ഞാൻ 50% സാധ്യത മാത്രമാണ് ഇതിനകത്ത്. ഇതാണ് നാളെ, അതായത് നോർമലി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഒരു മാർക്കറ്റ് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് കാണുന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ താഴെയായിട്ട്, ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ താഴെയായിട്ട് നാളത്തെ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആവും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ, അതായത് ഒരു 20,000 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, 20K ഇവിടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഒരു പോക്ക് ഒരു മുകളിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നൊരവസ്ഥ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 20K ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഏകദേശം കുറച്ച് പോയിന്റുകൾ മാത്രമാണ്, ഇനി 150 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഇതിന് കൊടുക്കാനുള്ള സമയം. ഈ മാസം ഒത്തിരി ബാക്കിയുണ്ട്. ചിലപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ്, നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടാർഗറ്റ് എവിടെ നിന്നാണ് ഇത് വന്നതെന്നും കൂടെ നിങ്ങൾ നോക്കുക. അതായത് ജൂൺ 28 ഇതാ ഇവിടെ നിന്നാണ്, ജൂലൈ 3 ഫസ്റ്റ് ഡേയിൽ അവിടെ നിന്ന് എത്രയായിരുന്നു വാല്യൂ, ഓപ്പണായ വാല്യൂ 219 246 828 ആ ഒരു വാല്യൂയിലേക്ക് സംഭവം പോയി എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് പോകാം എന്നേ ഉള്ളൂ. എന്തായാലും മാർക്കറ്റ് 20K ഒന്ന് ടെസ്റ്റ് ചെയ്ത് 20K ക്രോസ് ചെയ്ത് പോകും എന്ന് ഞാൻ പറയുന്നില്ല. 20K ടെസ്റ്റ് ചെയ്തിട്ട് 20,000 എന്നൊരു നമ്പറിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഒരു വലിയ തിരിച്ചിറക്കമായിരിക്കും മിക്കവാറും ഉണ്ടാവാൻ സാധ്യത. അല്ല ഇവിടെ ആണെങ്കിൽ നാളെ നമ്മുടെ ഈ ലെവൽ തന്നെയാണ് ഫൈനൽ എങ്കിൽ നാളെ ഇതിൻ്റെ ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ താഴെ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും നാളെ ഉണ്ടാക്കുക. എന്നിട്ട് താഴോട്ടൊരു ഇറക്കിപ്പോക്ക് ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ലെവലിലേക്ക് 19,300 ആ ലെവലിലേക്കൊക്കെ ചിലപ്പം ഇറങ്ങിപ്പോയേക്കാം. ഉറപ്പല്ല ഞാൻ പറയുന്നത്, ഇറങ്ങിപ്പോയേക്കാം. താഴോട്ടുള്ള ഒരു പുൾ ബാക്കാണ് സാധ്യത കാണുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ന്യൂട്രലാണ് പറയുന്നത്. അപ്പോൾ നാളെ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും മുകളിലോട്ടാണെങ്കിൽ പോലും ഈ ഒരു ഹൈ കട്ട് ചെയ്യുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബാങ്ക് നിഫ്റ്റിക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതിൻ്റെ ഹൈയും ലോയും പ്രീവിയസ് ക്യാൻഡിലിൻ്റെ കട്ട് ചെയ്യാറില്ല. സോ നാളെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണ്. ക്യാൻഡിലിൻ്റെ ബോഡി അതിൻ്റെ മുകളിൽ കിട്ടണം. യെസ്റ്റർഡേ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ അല്ല, താഴോട്ടാണെങ്കിൽ ഈ രീതിയിൽ ഇതിൻ്റെ താഴെ ഒരു ക്ലോസിങ് കിട്ടണം. എന്നാൽ നമുക്ക് ബെയറിഷ് ആണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആണെന്ന് ഉറപ്പിക്കാം. പക്ഷേ ഇവിടെ സാധ്യത ഒരു പക്ഷേ നാളെ ഇതേപോലെ തന്നെ എൻഗൾഫിംഗ് ആയിട്ടുള്ള മറ്റൊരു ക്യാൻഡിൽ വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ റേഞ്ച് ബൗണ്ടായിട്ട് പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റ് നമുക്ക് നാളെ നോക്കിക്കാണാം. അതേപോലെ ഫിൻ നിഫ്റ്റി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡിറ്റോ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഫിൻ നിഫ്റ്റിക്കുള്ള ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ക്രോസിംഗ് ആണ്. ഈ ഒരു ലെവല്
ഇത് ക്രോസ് ചെയ്ത് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ക്രോസ് ചെയ്യാൻ ഇന്നലെ ശ്രമിച്ചു, നടന്നില്ല, റിജക്ഷനായി. ഇന്ന് വീണ്ടും അതിന് താഴെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഓപ്പൺ ആവി അതിൻ്റെ മുകളിൽ ഈ 20,500 മുകളിൽ അതിൻ്റെ ക്ലോസിങ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഒരു മാർക്കറ്റ് ബുള്ളിഷായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇനി സെൻസെക്സ് ആണെങ്കിൽ സെൻസെക്സ് നല്ല പവർഫുള്ളാണ്. ഇതിൻ്റെ എപ്പോൾ പറയുമ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാറുണ്ട്, ഇത് ബ്രേക്ക് ഇട്ടതുപോലെ കറക്റ്റ് വാല്യൂവിൽ നിൽക്കില്ല നിഫ്റ്റി ഒന്ന് നിൽക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വരെ പോകുന്നുള്ളത് 67 ഇപ്പോൾ ഉള്ളത്. അതൊരു 68 ഒക്കെ ടച്ച് ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നിഫ്റ്റി 20,000 ടച്ച് ചെയ്യുമ്പോൾ ഇതിവിടെ ചിലപ്പോൾ 68,000 ടച്ച് ചെയ്യുന്നതിൽ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ആ രീതിയിൽ വളരെയധികം മൂവ്മെൻ്റ് ഉള്ള ഒരു ഇൻഡെക്സാണ് സെൻസെക്സ്. ഇനി ഇവിടെ മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പ് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ മാസം എത്തേണ്ടത്. 8,504 മുകളിലും 8,470 താഴെയുള്ള ഒരു സോണിൻ്റെ അകത്താണ് അത് വന്നിട്ട് ഫൈനലി എത്തേണ്ടത്. അവിടത്തേക്കാണ് അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും നാളെ തന്നെ അത് ടെസ്റ്റ് ചെയ്യും. നാളെ ഇതൊക്കെ ടെസ്റ്റ് അതിൻ്റെ ടാർഗറ്റ് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ ഒരു പക്ഷേ ഒരു റീടെസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ താഴോട്ടുള്ള ഒരു യാത്രയായിരിക്കും ഉണ്ടാവുക. ഒരു പുൾ ബാക്ക് എടുത്തിട്ട് അടുത്ത ഈ എക്സ്പയറി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു കയറുന്നൊരു പ്രതിഭാസമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കാണാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.